വന്ദേ മാതരമംബികാം ഭഗവതീം വാണീം രമാം സേവിതാം കല്യാണീം കമനീയകൽപ്പലതികാം കൈലാസവാസപ്രിയാം വേദാന്തപ്രതിപാദ്യമാനവിഭവാം വിദ്യുന്മനോരഞ്ജിനീം ശ്രീചക്രാങ്കിത രത്നപീഠനിലയാം ശ്രീരാജരാജേശ്വരീം ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പ്രഭാഷണ വേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം ഷഷ്ഠോധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വനത്തിൽ ച്യവനനോടുകൂടി വൃദ്ധനായിട്ടുള്ള അന്ധനായിട്ടുള്ള ഭർത്താവായ ച്യവനനോടുകൂടി തൻ്റെ പുത്രി എപ്രകാരമാണ് ജീവിതം നയിക്കുന്നത് എന്ന് കാണാനാഗ്രഹിച്ച് രഥത്തിലേറി കാട്ടിലേക്കെത്തിയ ച്യവനഋഷി രൂപവും സൗന്ദര്യവും യൗവനവും ഒക്കെ തികഞ്ഞ ഒരു പുരുഷൻ്റെ കൂടെ തൻ്റെ മകളിരിക്കുന്നത് കണ്ടപ്പോൾ കാമാസക്തിയായിട്ടുള്ള അവൾ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പരപുരുഷനുമായിട്ട് സല്ലപിക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ച ഭാഗങ്ങളെയാണ് നമ്മൾ അവലോകനം ചെയ്തത്. അപ്പോഴാണ് ഇന്ദ്രിയ സംയമനത്തിനെക്കുറിച്ച് അവിടെ രണ്ട് വാക്ക് സന്ദർഭോചിതമായിട്ട് പറഞ്ഞത്. അപ്പോൾ വലിയ വലിയ ജ്ഞാനികൾക്ക് പോലും ഈ രണ്ട് ഇന്ദ്രിയങ്ങളെ തൻ്റെ വശത്ത് നിർത്തുക എന്നുള്ളത് കഠിനമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് കാമാസക്തിയായിട്ടുള്ള തൻ്റെ മകൾ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പരപുരുഷനുമായിട്ട് കാമപ്രീതിക്ക് വേണ്ടിയിട്ട് അവളിതാ ചെയ്യണു. ഇത് നിന്ദ്യമായിട്ടുള്ള കർമ്മമാണ്, പാപപൂർണമാണ്, കുലം തന്നെ പേരുദോഷത്തിന് ഇടയാക്കുന്നതാണ്. മാത്രമല്ല ഇതെല്ലാം മഹാതപസ്വിയായിട്ടുള്ള ച്യവന ഋഷിക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ അവളെയും തന്നെയും തൻ്റെ കുലത്തെയും രാജ്യത്തെയും എല്ലാം അദ്ദേഹം ശപിക്കും. ആ ശാപത്തിന് എല്ലാവരും പാത്രീഭൂതരാകേണ്ടി വരും. മുതലായിട്ടുള്ള ചിന്തകൾ വിഖ്യാതമായിട്ടുള്ള മനുവംശത്തിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതും വിഖ്യാതമായുള്ള സൂര്യവംശത്തിൽ. അങ്ങനെയിരിക്കുന്ന തൻ്റെ വംശത്തിന് പോലും കളങ്കമുണ്ടാക്കുന്ന കാര്യമാണല്ലോ തൻ്റെ പുത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം ഇതാ അദ്ദേഹം ചിന്തിച്ച് ദുഃഖിച്ച് നിൽക്കുന്ന സമയത്താണ് പിതാവ് രഥത്തിൽ വന്നത് കണ്ട പുത്രിയായ സുകന്യ പിതാവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലണു. അദ്ദേഹത്തിനെ വന്നിച്ച് നമസ്കരിച്ചു, സ്വീകരിച്ചു. വരൂ വരൂ വരൂ, ആശ്രമത്തിലേക്ക് കടക്കൂ. എന്താണ് അങ്ങ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്? കാരണം മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്നാണല്ലോ പറയാറ്. നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടെങ്കിൽ അത് മുഖത്തിൽ പ്രകാശിക്കും. അച്ഛൻ എന്തോ വന്നു നിന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കണു എന്നുള്ളത് സുകന്യയ്ക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത്രയും കാലം കഴിഞ്ഞ് പുത്രിയെ കാണുന്ന സമയത്ത് ഓടി വന്ന് പുത്രിയുമായി സല്ലപിക്കുക ആണ് സാധാരണ ഒരു പിതാവ് ചെയ്യുക. പക്ഷേ അതൊന്നും ചെയ്യാതെ കണ്ട് എന്തോ ചിന്താമഗ്നനായിട്ട് ആലോചിച്ചുകൊണ്ട് ദൂരത്തെ തന്നെ നിൽക്കുന്നതായിട്ടുള്ള പിതാവിനെ കണ്ടപ്പോൾ സുകന്യയ്ക്ക് മനസ്സിലായി പിതാവിൻ്റെ ചിന്തയാണ് എന്നുള്ളത്. എന്തിനു വേണ്ടിയാണ് പിതാവ് ചിന്തിക്കുന്നത് എന്നും മനസ്സിലായി കാണും. കാരണം താനൊരു വൃദ്ധനും മന്ധനുമായിട്ടുള്ള ച്യവനനാണല്ലോ ഇവളെ വിവാഹം ചെയ്തു കൊടുത്തത്. പക്ഷേ ഇവളിപ്പോൾ സുന്ദരനായിട്ടുള്ള ഒരു പുരുഷൻ്റെ കൂടെയാണല്ലോ ഇരിക്കുന്നത് എന്ന് കണ്ടിട്ടുള്ള ചിന്തയായിരിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചിന്തയെ മാറ്റിക്കൊണ്ട് പറഞ്ഞു, ദാ വരൂ, ഗൃഹത്തിലേക്ക് അങ്ങ്
വിഷമപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇത് അങ്ങയുടെ എൻ്റെ പതി തന്നെയാണ് എന്നുള്ളത് അവിടെ പറയുകയാണ്. അങ്ങ് ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി. ചിന്തയ്ക്ക് അവകാശമില്ല. ഞാൻ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല. ഇത് അങ്ങയുടെ ജാമാതാവ് തന്നെയാണ് എന്നിതാ പറയുന്നു സുകന്യ ആ പുരുഷനെ കാണിച്ചുകൊണ്ട്. മകളുടെ വാക്കുകൾ കേട്ടപ്പോൾ ആദ്യം ശരിയാദിക്ക് കോപമാണത്രേ വന്നത്. ആ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള മകളോട് ശരിയാദി പറയാണ്, വൃദ്ധനും മന്ധനും താപസികനുമായിട്ടുള്ള ചവന മഹർഷി എവിടെയാണ്? മതോന്മത്തനായിട്ടുള്ള ഈ യുവാവാരാണ്? നീ വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷേ ഇതിൽ എനിക്ക് സംശയമുണ്ട്. നീ എന്ത് പാപകർമ്മമാണ് ചെയ്യുന്നത്? ദുഷ്കൃതമാണല്ലോ നീ ചെയ്തിരിക്കുന്നത്. നീ എങ്ങാനും ആ മുനിയെ വധിച്ചോ? നിന്റെ കാമം കൊണ്ട് നീ ഇവനെ പുതിയ ഭർത്താവാക്കി വെച്ചിരിക്കുകയാണോ? ആ മുനിയെ ഈ ആശ്രമത്തിലോ പരിസരത്തിലോ ഞാൻ കാണുന്നില്ലല്ലോ. നിഷ്ഠുരമായിട്ടുള്ള പാപമായിട്ടുള്ള കർമ്മമാണല്ലോ നീ ചെയ്തിരിക്കുന്നത്. ആചാരഭ്രഷ്ടമാണല്ലോ നീ ചെയ്തത്. ഞാനിതാ ഈ ദുഃഖസമുദ്രത്തിലാണ് ഇപ്പം മുഴുകിയിരിക്കുന്നത് എന്നൊക്കെ ഇതാ ആ ചവന മഹർഷിയെ കാണാതെ വിഷമിച്ച ഈ കഥകളൊന്നും അറിയാത്ത ശരിയാദി മകളോട് പറയണു. ഇത് കേട്ട അവൾ വേഗം അച്ഛനെ തൻ്റെ ഭർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ചിരിച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛ, ഇദ്ദേഹമാണ് അങ്ങയുടെ ജാമാതാവായിട്ടുള്ള ചവന മഹർഷി. സംശയിക്കേണ്ട. അശ്വിനി ദേവന്മാരാണ് ഇപ്രകാരം രൂപസമ്പന്നനും ഈ രൂപവും അദ്ദേഹത്തിന് ദൃഷ്ടിയുമെല്ലാം കൊടുത്ത് അനുഗ്രഹിച്ചത്. അശ്വിനി ദേവന്മാരെ എതിർച്ചയ ഈ ആശ്രമത്തിലേക്ക് വന്നു. അപ്പോൾ അവർ കാരുണ്യപൂർവ്വം നൽകിയതാണ് ഇദ്ദേഹത്തിന് ഇപ്രകാരത്തിലുള്ള നല്ല യൗവനത്വവും സൗന്ദര്യവും അതേമാതിരി ദൃഷ്ടിയും എല്ലാം. ഈ രൂപം മറ്റും കണ്ട് സംഭ്രമിച്ച് അങ്ങ് വിചാരിക്കുന്നത് പോലെ പാപം ചെയ്തവളല്ല ഈ മകള്. ഭൃഗുപുത്രനായിട്ടുള്ള ചവനഋഷിയെ അങ്ങ് നമസ്കരിക്കുക. അദ്ദേഹത്തിനോട് തന്നെ അങ്ങക്കെല്ലാം നേരിട്ട് ചോദിക്കാം. അദ്ദേഹം അങ്ങക്ക് വിസ്തരിച്ചെല്ലാം പറഞ്ഞു തരും എന്ന് പറഞ്ഞപ്പോഴാണ് രാജാവ് ശരിയാദി വേഗം തന്നെ അടുത്തു ചെന്നു. ആ മഹർഷിയെ നമസ്കരിച്ചു. എന്നിട്ട് ആദരപൂർവ്വം ചോദിച്ചു, ഹേ ഋഷേ, ഈ വൃത്താന്തമെല്ലാം എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് എന്നോട് വിശദമായിട്ട് പറയൂ. അങ്ങക്ക് ഈ കാഴ്ചകൾ, ഈ കണ്ണിന് രണ്ടിനും ഈ കാഴ്ചകൾ എങ്ങനെയാണ് കിട്ടിയത്? അങ്ങയുടെ വാർദ്ധക്യമൊക്കെ എങ്ങനെയാണ് പോയത്? അങ്ങയുടെ അത്യന്തം സുന്ദരമായിട്ടുള്ള ഈ രൂപവും എല്ലാം കണ്ട് എനിക്ക് വലിയ സംശയമാണ് തോന്നുന്നത്. അങ്ങ് വിസ്തരിച്ചു പറയൂ എന്നതാ മുനിയോട് ചോദിക്കുകയാണ്. ഉത്തരമായിക്കൊണ്ടാണ് ചവനനിത ആ നടന്ന കാര്യങ്ങളെയെല്ലാം ഇവിടെ പറയാൻ തുടങ്ങുന്നത്. ഭാഗങ്ങളിലേക്ക് നമുക്ക് നാളെ പോകാം. ഇന്ന് സമയമായിരിക്കുക കാരണം ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ മഹാദേവ്യൈ നമഃ.